മൺസേവൻ്റെ ചായക്കട, ഐസോസം പരിപ്പ് വട, കണ്ടുള്ളി മുരിഞ്ഞ വട, ഐക്കൂട്ടള്ളി കരിഞ്ഞ വട. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഷ് ടൂളിനെ പറ്റിയാണ്. മെഷ് ടൂൾ വെച്ചിട്ട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് വരയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇമേജ് ഇന്ന് വരച്ചാണ് നോക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കാണുമ്പോൾ ഒട്ടും നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് വരച്ചെടുക്കാനെന്നൊക്കെ തോന്നും. അങ്ങനെ ഒന്നുമില്ല, അത് വളരെ സിമ്പിളാണ്. നമ്മളിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മളിത് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളത് കാണുക, അതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആർട്ട് ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 1080 പിക്സൽ ഇൻറ്റു 1080 പിക്സലിൻ്റെ ഒരു ആർട്ട് ബോർഡാണ് ഞാൻ ഇതിലിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഫയലിൽ പോയിട്ട് പ്ലേസ് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ടൊരു 1/2 കിലോ തക്കാളി എക്സ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാം. ഞാനൊരു ടൊമാറ്റോയുടെ ഇമേജ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്ലേസ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇങ്ങോട്ടെടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ ലെയേഴ്സിൻ്റെ ഒരു പാനൽ കാണും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ വിൻഡോയിൽ പോയിട്ട് ലെയേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ പുതിയൊരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ ലെയറിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ലോക്കാവും. ഇനി നമ്മൾ വിൻഡോയിൽ പോയിട്ട് നാവിഗേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അതെടുത്തിട്ട് ഇതിവിടെ തൽക്കാലം ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിതാ കുറച്ച് വലുതാക്കാം. നാവിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ സൂം ചെയ്തോ ഒക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കും. നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ എവിടെയായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കും. അതാണ് നാവിഗേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ ഇപ്പം ഇതിൽ നമുക്കിതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പം ഞാനിപ്പോൾ രണ്ടാമതൊരു ലെയർ എടുത്തിട്ടുണ്ട്. ആ ലെയറിൽ ഞാനിവിടെ ഒരു ഐ ബട്ടൺ കാണുന്നുണ്ട്, അതിൽ കൺട്രോൾ പ്രസ് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഐ ബട്ടൻ്റെ ഔട്ട്ലൈൻ മാത്രം കാണാം അല്ലേ, അകത്തുള്ള ആ ഒരു ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഞാനിവിടെ എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ എനിക്കിവിടെ കാണാൻ പറ്റുള്ളൂ. തൽക്കാലമായിട്ട് എനിക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ പക്ഷേ ഈ നാവിഗേറ്ററിൽ എനിക്കിത് ക്ലിയറായിട്ട് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റാണോ എന്ന് നാവിഗേറ്റർ കാണാൻ ചെയ്യാം, ഇതിൽ ഇമേജും കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഉപയോഗം. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഈ റെക്റ്റാങ്കിൾ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നാവിഗേറ്ററിനെ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഞാൻ കർവേച്ചർ ടൂൾ വെച്ചൊന്ന് റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ റഫായിട്ടൊരിത് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ റെഡ് പോർഷൻ പോലെ കാണുന്നുണ്ട്, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഔട്ട്ലൈനും കാണാം.
ഇനിയാണ് നമ്മളുടെ മെഷ് ടൂളിൻ്റെ പരിപാടി. മെഷ് ടൂൾ ഇതായി ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ നേരെ സെൻറ്റർ വരുന്ന പോർഷനിലൊരു ക്ലിക്ക് കൊടുക്കുക. ഒരു ലൈൻ ഇങ്ങനെ വരും. എന്നിട്ട് എവിടെയൊക്കെയാണോ കളേഴ്സ് വരുന്നത് അവിടെയെല്ലാം നമ്മൾ കളർ ചേഞ്ച് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അവിടെയെല്ലാം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് മെഷ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ലൈൻസിൽ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ അത്രയും സ്മൂത്ത് ആയിരിക്കില്ല. ഒരു ലുക്ക് സ്മൂത്ത് ആവണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം കൊടുക്കണം. ഞാൻ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഏകദേശം ഒരു ഊഹം വെച്ച് ക്ലിക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ എക്സാക്റ്റ് അങ്ങനെ ഇതൊന്നും റൂളൊന്നുമില്ല. നമ്മളൊരു കളർ ചേഞ്ച് തോന്നുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു. തൽക്കാലം ഇത്രയും മതി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഐഡ്രോപ്പർ ടൂൾ എടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐഡ്രോപ്പർ ടൂളിൽ നമ്മൾ ഇനിയിപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കിട്ടും. അപ്പോൾ ഈ ടൂളാണ് ഇതിന് മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതായിരിക്കും കിട്ടുന്നത്. നോക്കിയോ, ഞാനിപ്പോൾ ഐഡ്രോപ്പർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കിട്ടുന്നത്. ഞാൻ ഇതെടുത്തിട്ട് ഐഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി കൺട്രോൾ റിലീസ് ചെയ്തിട്ട് ഐഡ്രോപ്പർ ടൂളായി ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ല, ആ കളർ അവിടെ വന്നിട്ടുണ്ട്. ഇത് കണക്ക് നമ്മൾ ഓരോ പോയിൻറ്റുകളിലും എല്ലാ പോയിൻറ്റിലും ചെയ്യണം. ഞാനിപ്പോൾ താഴെ നിന്ന് ഇനി തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങാം. ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ റിലീസ് ചെയ്യുമ്പോൾ ഐഡ്രോപ്പർ ടൂൾ കിട്ടും. എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ വെച്ച് കൺട്രോൾ ഇല്ലാതെ, കൺട്രോൾ വെച്ച് കൺട്രോൾ ഇല്ലാതെ, കൺട്രോൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യാതെ, കൺട്രോൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യാതെ, കൺട്രോൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യാതെ, ഇങ്ങനെ ഫുള്ളും ചെയ്യണം. ഞാനത് കുറച്ച് സ്പീഡിൽ കാണിക്കാം. നമ്മൾ കൊടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും ജസ്റ്റ് അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് വേറെ കളർ പിക്ക് ചെയ്ത് കൊടുത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് ആ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ നമ്മൾ വരച്ചത് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ അമ്മേ, ഇത് പൊളിച്ചിട്ടാ. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇതും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചോ, ഒരു റോയും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതെടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിൽ നമുക്ക് കളറൊന്ന് കൊടുത്ത് നോക്കാം. ഇപ്പം നമ്പർ ഓഫ് ഇത് മെഷും പോയിൻറ്റ്സൊക്കെ കൂടുന്നതനുസരിച്ച് അത്രയും പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കളറ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഓവറായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ചിലപ്പോൾ ഒരു ഫ്ലോ കിട്ടില്ല, സ്മൂത്തായിരിക്കില്ല. നമുക്കിത് ഇവിടെ ഒന്ന് നോക്കാം. ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റുന്നു നാവിഗേറ്ററിനെ. എന്നിട്ട് ഇതിൽ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നാവിഗേറ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ സെലക്ഷനിലൂടെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു. പെർഫെക്റ്റ്. ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ കുറേ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്മൂത്ത്നെസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കളർ സെലക്ട് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിന് പിക്ക് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒറിജിനൽ ഇമേജിലുള്ള ആ ഒരു കളർ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുക. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്ത് നോക്കുക. ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഈ വീഡിയോയിലെ അസൈൻമെൻറ്റ്.
അപ്പോൾ മെഷ് ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലായി കാണും. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഇമേജിലും അതുപോലെ വേറെ കുറച്ച് ഇമേജസും ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ആൻഡ് സ്റ്റേ ഇൻസ്പയർഡ്. പോയില്ലേ? Bye and stay inspired. Bye.